ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് സെപ്റ്റംബർ 21, ഒന്നാമത്തെ വായനാ ഭാഗം. 1 ദിനവൃത്താന്തം 4-ാമത്തെ അധ്യായം. ഇവിടെ യഹൂദായുടെ പുത്രന്മാർ എന്നും പറഞ്ഞിട്ട് യഹൂദായുടെ വംശാവലിയാണ് പറയുന്നത്. ഈ വംശാവലി നമ്മൾ 2-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ യഹൂദായുടെ പുത്രന്മാർ ഏർ, ഓനാൻ, ശേല എന്നും പറഞ്ഞിട്ട് വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് പെരസ്, ഹെസ്രോൻ, കർമ്മി, ഹൂർ, ശോബൽ എന്നീ മക്കളെ പറഞ്ഞുകൊണ്ടാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് വിശദമായി തന്നെ താഴോട്ട് അതിൻ്റെ പലരുടെയും പേരുകൾ നമ്മൾ പറയും. ഇതിൽ നമ്മൾ ചില പേരുകൾ മാത്രം ഞാൻ പറഞ്ഞു പോകും. ജസ്രീൽ യഹൂദ ഗോത്രത്തിലാണ്. ജസ്രീൽ എന്ന് പറയുന്ന ഇസ്രയേൽ എന്ന് പറയുന്ന ജസ്രീൽ എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലത്തിൻ്റെ കാരണക്കാരനായ ഒരു മനുഷ്യനാണ് ജസ്രീൽ. ഇഷ്മ, ഇദ്ബാഷ്, ഇതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ എഫ്രാത്തയുടെ മകൻ ബേത്ലഹേം ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇതിനകത്ത് ഹൂരിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് വായിക്കുന്ന ഒരു പേര് എബ്ബേസിൻ്റെ പേര് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ചില നമുക്ക് അറിയപ്പെടുന്ന ചില പേരുകൾ ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ വംശാവലിയാണ് താഴോട്ട് പറഞ്ഞു പോകുന്നത്. ഇതിൻ്റെ അതിൽ ദാവീദിൻ്റെ വാഴ്ച വരെ അവരുടെ പട്ടണങ്ങളായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആൾക്കാരുടെ പേരുകളും അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനം നമ്മൾ ശിമയോന്യരായ ചില ആൾക്കാർ, അതായത് ഒരു 500 പേർ, ഇശ്ശിയുടെ പുത്രന്മാരായ പെലത്യാവ്, നെയര്യാവ്, രഫായാവ്, ഉസ്സിയേൽ എന്നീ തലവന്മാരോടുകൂടെ സെയീർ പർവ്വതത്തിലേക്ക് യാത്ര ചെയ്തു. അവർ അമാലേക്യരിൽ ചാടിപ്പോയിരുന്ന ശിഷ്ടജനത്തെ വെട്ടിക്കൊന്ന് ഇന്ന് വരെ അവിടെ പാർക്കുന്നു. ഈ ഇതൊരു പ്രധാനപ്പെട്ട ബൈബിളിലെ പഴയ നിയമത്തിലെ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട, ഇസ്രായേൽ ജനവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കാര്യമാണിത്. കാരണം ഈ അമാലേക്ക് എന്ന് പറഞ്ഞ മനുഷ്യനെ കുറിച്ച് ആദ്യം പറയുന്നത് 36-ാം അധ്യായം, ഉൽപ്പത്തി 36-ാം അധ്യായത്തിൽ എലീസാഫിൻ്റെ മകനായിട്ട് ഒരു അമാലേക്കിനെ പറയുന്നുണ്ട്. ആ അമാലേക്കിൻ്റെ വംശപാരമ്പര്യത്തിലുള്ളവരാണ് അമാലേക്കർ. ഈ അമാലേക്കർ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ രഫീദീമിൽ വെച്ചാണെന്ന് തോന്നുന്നു. രഫീദീമിൽ വെച്ച് ഇവരെ ആക്രമിക്കും. ഒരു പ്രകോപനമില്ലാതെ ഇവരെ ആക്രമിക്കും അമാലേക്കർ. അപ്പോൾ അമാലേക്കർ ആക്രമിക്കുകയും കുറേ ആൾക്കാരെ കൊല്ലുകയൊക്കെ ചെയ്യും. അപ്പം ആ സമയത്ത് ദൈവം മോശയോട് പറയുന്നതാണ്, അമാലേക്കറുടെ ഓർമ്മ ആകാശത്തിന് കീഴെ ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയണം എന്ന് നീ യോശുവയോട് പറയണം. അന്ന് ദൈവം പറയുന്ന കാര്യമാണ് അമാലേക്കിൻ്റെ ഓർമ്മ ഞാൻ ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുമെന്നുള്ളത്. അത് ഒറ്റ കാര്യം ഇതേ ഉള്ളൂ, അവർ വെറുതെ ഇരുന്ന ഇസ്രായേലിനെ ആക്രമിക്കാൻ വരികയും അതിൽ കുറേ പേരെ കൊല്ലുകയും ചെയ്തു. അതുകൊണ്ടാണ്. എന്നാൽ പിന്നീട് അത് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലാണ് നമ്മൾ ആ സംഭവം വായിക്കുന്നത്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ. അത് കഴിഞ്ഞ് ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിലും ഇത് ആവർത്തന പുസ്തകത്തിൽ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് പറയുന്ന കാര്യം, ജനത്തോട് പറയുന്ന, മോശയുടെ മരണത്തിന് മുമ്പ് മോശ ജനത്തോട് പറയുമ്പോൾ, നിങ്ങൾ അമാലേക്കറുടെ ഓർമ്മ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് മായ്ച്ചു കളയണം. അതിൻ്റെ കാരണവും എന്തുകൊണ്ടാണെന്നും അവിടെ ആ അധ്യായത്തിൽ 25-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. തുടർന്ന് നമ്മൾ പിന്നെ കാണുന്നത് ഈ അമാലേക്കരെ കൊല്ലാനുള്ളൊരു അവസരം വരികയും അമാലേക്കരെ സമ്പൂർണ്ണമായി നശിപ്പിക്കണമെന്നും ആടുമാടുകളെല്ലാം കൊല്ലണമെന്നും ശൗലിനോട് കൽപ്പിക്കുന്നുണ്ട്. ശൗൽ യുദ്ധം ചെയ്യാൻ പോകും. എന്നാൽ ശൗൽ ചെയ്തെന്തെന്ന് പറഞ്ഞാൽ, ശൗൽ അതിന് കൊന്നില്ല. അവരെ ഒന്നും കൊല്ലാതെ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ രക്ഷിക്കുകയും അവിടുന്ന് വലിയ മേത്തരമായ ആടുകളെയും മാടുകളെയൊക്കെ കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നൊരു കാഴ്ച നമുക്ക് കാണാം. പൂർണ്ണമായി നശിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ചെയ്യാതെ വരുന്ന ശൗൽ രാജാവിനെ നമുക്കത് കാണാം. ഞാൻ ശൗൽ രാജാവെന്ന് തന്നെയാണ് പറഞ്ഞതെന്നാണ് ഓർക്കുന്നത്, തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ശൗൽ രാജാവ്, ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ്, ചെയ്ത ഒരു തെറ്റ് അവിടെ ഉണ്ട്. അങ്ങനെയാണ് ശൗലിനെ രാജസ്ഥാനത്ത് നിൽക്കുന്നത്. അത് 1 ശമൂവേൽ 28-ന്റെ 18 ദൈവം പറയുന്നുണ്ട്, നീ ഇന്നതുകൊണ്ടാണ്
നിന്നെ രാജസ്ഥാനത്തിൽ നിന്ന് നീക്കുന്നു, ദാവീദിൽ നിന്ന് ഒരുത്തനെ രാജാവാക്കുക എന്നൊക്കെ പറയുന്നുണ്ട് 28:18. അപ്പം അവിടെ നിന്ന് പിന്നെ നമ്മൾ നോക്കുമ്പം 1 ശമൂവേൽ 30-ാം അധ്യായത്തിൽ ദാവീദിന്റെ സമയത്ത്, ദാവീദ് സിക്ലാഗിൽ ഒളിച്ചു പാർക്കുന്ന സമയത്ത് ഈ അമാലേക്കർ വന്ന് ആക്രമിക്കും. പക്ഷെ ദാവീദിന്റെ കൂടെ ഉണ്ടായ ചുരുക്കം പേരാണ്. ആ ചുരുക്കം പേരുമായിട്ട് തിരിച്ചു തന്ന് ഈ അമാലേക്കരെ ബാക്കി എല്ലാത്തിനെയും വീണ്ടുകൊള്ളും. അതായത് ഭാര്യമാരെ, മക്കളെ, സമ്പത്തൊക്കെ വീണ്ടുകൊള്ളും. അവരെയും കൊള്ളയടിക്കുകയും ചെയ്യും. അവരെ കുറേ പേരെ കൊല്ലുകയും ചെയ്യും. പക്ഷെ അന്ന് കുറച്ച് പേര് അവിടെ നിന്ന് ചാടിപ്പോയി. അവരിൽ ചാടിപ്പോയിട്ട് എവിടെ പോയി താമസിച്ചു. ആ ചാടിപ്പോയവരെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഈ അമാലേക്കർ ചാടിപ്പോയെന്ന ശിഷ്ടജനത്തെ വെട്ടിക്കുന്നത്. 400 പേര് ചാടിപ്പോയതായിട്ട് നമ്മളിവിടെ വായിക്കുന്നത്. ആ 400 പേരെ ഈ 1 ശമൂവേൽ 30-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ സിക്ലാഗിൽ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വായിക്കാം. 30-17 ആകുമ്പോഴത്തേക്ക് ഇവർ ചാടിപ്പോയ ചരിത്രവും അവിടെ നമുക്ക് വായിക്കാൻ പറ്റും. അത് 400 പേരാണ് ചാടിപ്പോയത്. ആ 400 പേര് പിന്നെ മക്കളും ഒക്കെ ആയിട്ടുണ്ടാവും. എന്തായാലും ആ 400 പേരിൽ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവർ അമാലേക്കരിൽ, ഈ 4-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ വായിക്കുന്ന ഒരു ചരിത്രമാണ്. അവർ അമാലേക്കരിൽ ചാടിപ്പോയിരുന്ന ശിഷ്ടജനത്തെ വെട്ടിക്കൊന്ന് ഇന്നുവരെ അവിടെ പാർക്കുന്നു. അപ്പോൾ ഈ അമാലേക്കർ ഓർമ്മ 1 വൃത്താന്തം 4-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ നമ്മൾ വായിക്കുന്നിടത്ത് തന്നെ ഈ അമാലേക്കറുടെ ഓർമ്മ, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞൊരു കാര്യം, അത് സംഭവിക്കുന്നത് ഈ ദിനവൃത്താന്ത പുസ്തകത്തിന്റെ ഈ ഇത്രയും കാലയളവിൻ്റെ ശേഷമാണ് എന്നുള്ളതാണ്. അതാണ് ഈ പുസ്തകത്തിന്റെ അവസാനം പറയുന്ന അമാലേക്കരെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ ദൈവമായിട്ട് ബന്ധപ്പെട്ട പ്രധാന കാര്യം, ഇസ്രായേൽ ജനമായിട്ട് ബന്ധപ്പെട്ട പ്രധാന കാര്യം എന്നുള്ളത്. 2-ാമത്തെ വായനാഭാഗം എസ്കേൽ പ്രവചനം 17-ാം അധ്യായം. 17-ാം അധ്യായത്തിൽ ദൈവം ഒരു കടങ്കഥ പോലെ ഒരു ഉപമ പറയുകയാണ്. അത് ഇസ്രായേൽ ഗൃഹത്തോട് പറയാനാണ് പറയുന്നത്. ഇവിടെ പറയുന്നത്, വലിയ ചിറകും നീണ്ട തൂവലുമുള്ളതും പവിഴ നിറമായ പപ്പ് നിറഞ്ഞതുമായ ഒരു വലിയ കഴുകൻ ലെബനോനിൽ വന്ന് ഒരു ദേവദാരുവിന്റെ ശിഖരമെടുത്തു. അവൻ അതിൻ്റെ ഇളം ചില്ലികളുടെ അറ്റം മുറിച്ച് കച്ചവടമുള്ള ഒരു ദേശത്ത് കൊണ്ടുചെന്നു കച്ചവടക്കാരുടെ പട്ടണത്തിൽ നട്ടു. അവൻ ദേശത്തിൽ തൈകളിൽ ഒന്നെടുത്ത് ഒരു വിളനിലത്ത് നട്ടു. അവൻ അതിനെ വളരെ വെള്ളത്തിനരികെ കൊണ്ടുചെന്ന് അലരി വൃക്ഷം പോലെ നട്ടു. അത് വളർന്ന് പൊക്കം കുറഞ്ഞ് പടരുന്ന മുന്തിരി വള്ളിയായി തീർന്നു. അതിൻ്റെ വള്ളി അവങ്കിലേക്ക് തിരിയേണ്ടതും അതിൻ്റെ വേർ അവന് കീഴ്പ്പെടേണ്ടതുമായിരുന്നു. ഇങ്ങനെ അത് മുന്തിരിവള്ളിയായി കൊമ്പുകളെ പുറപ്പെടുവിക്കുകയും ചില്ലികളെ നീട്ടുകയും ചെയ്തു. എന്നാൽ വലിയ ചെറുകും വളരെ പപ്പും ഉള്ള മറ്റൊരു വലിയ കഴുകനുണ്ടായിരുന്നു. അവനത് നനയ്ക്കേണ്ടതിന് ആ മുന്തിരിവള്ളി തൻ്റെ തടത്തിൽ നിന്ന് വേരുകളെ അവങ്കിലേക്ക് തിരിച്ച് കൊമ്പുകളെ അവങ്കിലേക്ക് നീട്ടി കൊമ്പുകളെ പുറപ്പെടുവിച്ച് ഫലം കായ്പാനും നല്ല മുന്തിരിവള്ളിയായി തീരുവാനും തക്കവണ്ണം അതിനെ വളരെ വെള്ളത്തിനരികെ നല്ല നിലത്ത് നട്ടിരുന്നു. ഇത് സാധിക്കുമോ? അത് വാടിപ്പോകാതെ വണ്ണം അതിൻ്റെ തളിർത്ത ഇലകളൊക്കെയും വാടിപ്പോകത്തക്കവണ്ണം അവൻ അതിൻ്റെ വേരുകളെ മാന്തുകയും കായ് പറിച്ചു കളയുകയും ചെയ്യുകയില്ലയോ? ഇത് ആരെക്കുറിച്ചാണ് പറയുന്നതെന്നും അതിൻ്റെ താഴെ പറയുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് നീ ആ മത്സരഗ്രഹത്തോട് ചോദിക്കണം. എന്നിട്ട് അവരോട് പറയണം, ബാബേൽ രാജാവ് യെരുശലേമിലേക്ക് വന്ന് അതിൻ്റെ രാജാവിനെ പ്രഭുക്കന്മാരെയും പിടിച്ച് തന്നോടുകൂടെ ബാബേലിലേക്ക് കൊണ്ടുപോയി. രാജസന്നിധിയിൽ ഒരുത്തനെ അവനെടുത്ത് അവനുമായി ഒരു ഉടമ്പടി ചെയ്ത് അവനെ കൊണ്ട് സത്യം ചെയ്യിച്ച് രാജ്യം തന്നെത്താൻ ഉയർത്താതെ താനിരുന്ന് അവൻ്റെ ഉടമ്പടി പ്രമാണിച്ച് നിലനിന്ന് പോരേണ്ടതിന് അവൻ ദേശത്തിലെ ബലവാന്മാരെ കൊണ്ടുപോയി. അപ്പം ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ഉപമയിൽ കാണുന്ന കാര്യത്തിൽ അതിൻ്റെ വിശദീകരണമായി പറയുന്നത്, ബാബേൽ ദേശത്തേക്ക് പ്രവാസികളായി കുറേ ആൾക്കാരെ കൊണ്ടുപോയി ഒരുത്തനെ പിടിച്ച് അവിടെ പേരൊക്കെ മാറ്റി അവിടെ ആക്കി. അവൻ എന്ത് ചെയ്തു? അതാണ് നമ്മൾ ഉപമയിൽ കാണുന്നത്. വേറൊരു സ്ഥലത്തേക്ക് വേറൊരു പപ്പും ഉള്ള വേറൊരു പക്ഷിയിലേക്ക് അതിനെ കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അതിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് പറയുന്നത്. ഒരു ബാബേൽ രാജാവിന് കീഴ്പ്പെട്ടിരിക്കണമെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് മിസ്രൈമിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ആ രാജാവും കൂട്ടരും അവരെക്കുറിച്ച് പറയുകയാണ്. അവർ അവിടെ സമാധാനത്തോടെ ഇരിക്കുമോ, രക്ഷ പ്രാപിക്കുമോ എന്ന്, ആ ജനത്തെക്കുറിച്ചും ഒക്കെ.
എന്നാൽ അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുമ്പോൾ ഈ ബാബേലിൻ രാജാവിൻ്റെ കീഴ്പ്പെട്ടിരിക്കാൻ പറയുമ്പോൾ അത് ചെയ്യാതെ രക്ഷപ്പെട്ടു പോകുന്ന വഴിക്ക് അവർക്കുണ്ടാകുന്ന നാശത്തെ സംബന്ധിച്ച് അവർ ബാബേലിലേക്ക് കൊണ്ടുപോകും. ബാബേലിലേക്ക് കൊണ്ടുപോകാൻ ഇവിടെ വായിക്കുന്നത്, രാജ്യം തന്നെത്താൻ ഉയർത്താതെ താണിരുന്ന് അവൻ്റെ ഉടമ്പടി പ്രമാണിച്ച് നിലനിന്ന് പോരേണ്ടതിന് അവൻ ദേശത്തിലെ ബലവാന്മാരെ കൊണ്ടുപോയി. എങ്കിലും അവനോട് മത്സരിച്ച് ഇവൻ തനിക്ക് കുതിരകളെയും വളരെ പടജനത്തെയും അയച്ചു തരണമെന്ന് പറഞ്ഞാൽ ദൂതന്മാരെ മിസ്രയീമിലേക്ക് അയച്ചു. അവൻ കൃതാർത്ഥനാകുമോ? ഇതാണ് രണ്ടാമത്തെ ഉപമയിൽ രണ്ടാമത് പറയുന്ന കാര്യം. അങ്ങനെ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ സംബന്ധിച്ചും പറയുകയാണ്. അവനെ ഉടമ്പടി ലംഘിച്ചിട്ട് വഴുതി പോകുമോ? എന്നാൽ അവനെ രാജാവാക്കിയ രാജാവിൻ്റെ സ്ഥലമായ ബാബേലിൽ അവൻ്റെ അരികെ വെച്ച് തന്നെ അവൻ മരിക്കും. അപ്പം അത് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ ഒരു പ്രവചനം അല്ലെങ്കിൽ ഈ ഒരു മുന്നറിയിപ്പ് എസ്കൽ പ്രവചനം മുമ്പും കൊടുക്കുന്നുണ്ട്. അങ്ങനെ പോകുന്ന കാര്യത്തിൻ്റെ ബാക്കിയുള്ള പിന്നീട് സംഭവിക്കുന്ന ഭാവിയിൽ നടക്കാണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അവിടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 22 ഞാനും ഉയരമുള്ള ദേവദാരുവിൻ്റെ ഒരു ശിഖരമെടുത്ത് നടും, അതിൻ്റെ ഇലഞ്ചില്ലികളുടെ അറ്റത്തു നിന്ന് ഇളതായിരിക്കുന്ന ഒന്ന് ഞാൻ മുറിച്ചെടുത്ത് ഉയരവും ഉന്നതവുമായുള്ള പർവ്വതത്തിന്മേൽ നടും. ഇസ്രായേലിൻ്റെ ഉയർന്ന പർവ്വതത്തിൽ ഞാനത് നടും. അത് കൊമ്പുകളെ പുറപ്പെടുവിച്ച് ഫലം കായ്ക്കും, ഭംഗിയുള്ള ഒരു ദേവദാരുവായിത്തീരും. അപ്പോൾ ഇസ്രായേലിൻ്റെ യഥാസ്ഥാനത്തെ സംബന്ധിച്ചാണ് നമ്മൾ പിന്നീട് വായിക്കുന്നത്. അതിൻ്റെ കീഴിൽ പലവിധം ചിറകുള്ള പക്ഷികളൊക്കെയും പാർക്കും, അതിൻ്റെ കൊമ്പുകളുടെ നിഴലിൽ അവ വസിക്കും. യഹോവയായ ഞാൻ ഉയരമുള്ള ഒരു വൃക്ഷത്തെ താണിരുന്ന വൃക്ഷത്തെ ഉയർത്തുകയും പച്ചയായുള്ള വൃക്ഷത്തെ ഉണങ്ങിയ വൃക്ഷത്തെ തഴപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ കൽദയരായാലും കൽദയർ നശിക്കും. പിന്നീട് വരുന്ന രാജ്യത്വങ്ങൾ വേറെ രാജ്യത്വമാണ് വരുന്നത്. അതിനെ താഴ്ത്തും, എന്നാൽ ഇസ്രായേലിനെ ഉയർത്തും എന്നൊക്കെ നമ്മൾ വായിക്കുന്നത്. ഇത് ഉപമയാണെങ്കിലും ഉപമ പറയുന്നത് ഇസ്രായേലിനെയും ഇസ്രായേൽ രാജാവിനെയും ജനത്തെയും യഹൂദയെയും യെരുശലേമിനെയും ഒക്കെ കുറിച്ച് പറയുന്ന മുന്നറിയിപ്പുകളാണ് എന്ന് വേണേൽ തന്നെ പറയാം, അല്ലെങ്കിൽ പ്രവചനം എന്ന് പറയാം. അതാണ് ഈ 17-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. അതിൻ്റെ അവസാനം നമ്മൾ വായിക്കുന്നത് ഉയർത്തുകയും ഉണങ്ങിയ വൃക്ഷത്തെ തഴപ്പിക്കുകയും ചെയ്തു എന്ന് കാട്ടിലെ സകല വൃക്ഷങ്ങളും അറിയും, സകല ജനവും സകല രാജ്യങ്ങളും അറിയുമെന്നുള്ളതാണ്. സകല വൃക്ഷങ്ങളും അറിയുമെന്ന് പറയാം, രാജ്യങ്ങളെല്ലാം അറിയും, ലോകം അറിയും. യഹോവയെ ഞാൻ അത് പ്രസ്താവിച്ചും അനുഷ്ഠിച്ചും ഇരിക്കുന്നു. പ്രസ്താവിക്കുന്നത് ഇവിടെയാണ്, പക്ഷേ അത് അനുഷ്ഠിക്കുന്നത്, അത് പിന്നീട് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നത് അത് അനുഷ്ഠിച്ചും ഇരിക്കുന്നു. അപ്പോൾ ദൈവം പറയുക മാത്രമല്ല, ദൈവം പറയുന്ന കാര്യം പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ദൈവം പറയുന്ന കാര്യം സംഭവിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അധ്യായം അവസാനിക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-14 അധ്യായങ്ങൾ. 13-ന്റെ ആദ്യ ഭാഗത്ത് മാനസാന്തരപ്പെടുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ക്രിസ്തു കൃത്യമായ ഒരു കാര്യം പറയുന്നുണ്ട്. അത് അവിടെ അവരുടെ ദേശത്ത് നടന്ന 2 സംഭവങ്ങളെ ആധാരമാക്കിയിട്ടാണ് അത് പറയുന്നത്. അവിടെ നശിച്ചു പോയവരൊക്കെയും കുറ്റക്കാരെന്നാണോ നിങ്ങൾ കരുതുന്നത്? അവിടെ മരിച്ചു പോയവർ കുറ്റക്കാരെന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങൾ മാനസാന്തരപ്പെടഞ്ഞാൽ അവരെക്കാളും കഷ്ടത്തിലാവും നിങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ നശിച്ചു പോകും. എന്നിട്ട് ഒരു ഉപമ പറയുന്നുണ്ട് അതോട് ചേർത്ത്. ഒരുത്തിനും മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നു. ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു ആ മുന്തിരിത്തോട്ടത്തിനകത്ത്. അതിൽ ഫലം തിരിഞ്ഞു വന്നപ്പോൾ കണ്ടില്ല അതിന്. ആ തോട്ടക്കാരനോട്, ഞാനിപ്പം 3 വർഷമായി ഇതിൻ്റെ ചുവട്ടിൽ വന്ന് നോക്കുന്നു, ഇതിന് യാതൊരു ഫലവുമില്ല, അതുകൊണ്ട് വെട്ടിക്കളയാൻ പറയും. അപ്പം വേലക്കാരൻ പറയും, വേണ്ട, നമുക്ക് നോക്കാം, 1 വർഷം കൊണ്ട് നിൽക്കട്ടെ. എന്നിട്ട് അതിന് കിളച്ച് വളവും ഒക്കെ ഇട്ടു. അടുത്ത വർഷം കായ്ച്ചില്ല, നമുക്ക് വെട്ടിക്കളയാം. അപ്പം ഇതൊരു ദൈവത്തിൻ്റെ ഒരു ക്ഷമയെ സംബന്ധിച്ചാണ്. ദൈവം കുറച്ചുകൂടെ കാത്തിരിക്കുകയാണ് നമ്മളിൽ നിന്ന് ഫലമുണ്ടാകുവാൻ. അപ്പോൾ ഫലമില്ലാത്ത വൃക്ഷത്തെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കില്ല, അതിനെ വെട്ടിക്കളയും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമ്മളിൽ നിന്ന് എപ്പോഴും ഫലമുണ്ടാകണം എന്നുള്ളതാണ് ദൈവം യേശു ക്രിസ്തുവിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ശവത്തിൽ ഒരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു യേശു ക്രിസ്തു. അവിടെ രോഗാത്മാവ് ബാധിച്ചിട്ട് നിവരാൻ കഴിയാത്ത കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവൾക്ക് ആ രോഗത്തിൽ നിന്ന് വിടുതൽ കൊടുത്തു. അവൾ നിവർന്നു നിന്നു, കൂനിയായിരുന്ന സ്ത്രീ നിവർന്നു നിന്നു. അപ്പോൾ ഇത് കണ്ടിട്ട്, ഇത് ശബത്തിലാണ് ഇത് ചെയ്തത്. അപ്പോൾ ശബത്തിൽ അവിടെ പറയുന്നത് 6 ദിവസമുണ്ടല്ലോ, അപ്പോൾ 6 ദിവസം വന്ന് സൗഖ്യം വരുത്തിക്കൊള്ളുവിൻ, ശബത്തിലരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. അവിടെ സൗഖ്യം കൊടുത്തുക എന്ന് പറയുന്നത് വൈദ്യന്മാരുടെ ജോലിയാണ്. അത് ജോലിയായിട്ടാണ് സൗഖ്യം കൊടുക്കുന്നതിനെ കാണുന്നത്. കാരണം വൈദ്യന്മാരുടെ ജോലിയാണ്.
അപ്പോൾ വൈദ്യന്മാരായാലും ആരായാലും ഈ ശബത്തിൽ പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല. ജോലിയും ചെയ്യാമല്ലോ, വരുമാനം ഉണ്ടാക്കുന്ന മറ്റു ജോലികളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ബാക്കി 6 ദിവസം ഉണ്ടല്ലോ, ആ ദിവസം വന്നോളുക, ശബത്തിൽ ഈ ഇങ്ങനത്തെ ജോലികളൊന്നും ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തു അതിന് മറുപടി പറയുന്നത്, നിങ്ങൾ ശബത്തിൽ നിൻ്റെ കാളയോ കഴുതയോ കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ 18 സംവത്സരമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളുടെ ബന്ധനം ശബത്തുനാളിലായാലും ഏത് ദിവസമായാലും അയച്ചു വിടേണ്ടതല്ലയോ, അവൾ മോചിപ്പിക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരുമൊക്കെ സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ക്രിസ്തു ദൈവരാജ്യത്തെ ഒരു കടുകുമണിയോട് സദൃശ്യമാക്കുകയാണ്. ഈ കടുകുമണിയെ ഒരു മനുഷ്യൻ്റെ അടുത്ത് ഒരു തോട്ടത്തിലിട്ടു, അത് വളർന്നു വൃക്ഷമായി. കടുകുമണി ഒരിക്കലും വൃക്ഷമാകത്തില്ല, അത് കുറ്റിച്ചെടികൾ പോലെ ഉള്ള ചെടിയാണ്. എന്നാൽ ഇവിടെ പറയുന്നത് കടുകുമണി വളർന്ന് വലിയ വൃക്ഷമായി, ആകാശത്തിലെ പക്ഷികൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിച്ചു എന്ന് പറയുക. പിന്നെ ദൈവരാജ്യത്തെ ഉപമിക്കുന്നത് പുളിച്ച മാവിനോടാണ്. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവ് ചേർത്ത് എല്ലാം പുളിച്ചു വരോളം അടുക്കി വെച്ചു. ആ ചെറിയ കുറച്ചുണ്ടായിരുന്ന പുളിമാവ് ആ ഒരു വലിയ പാത്രത്തിലുണ്ടായിരുന്ന സകല മാവിനെയും പുളിപ്പിച്ചു. അപ്പോൾ ദൈവരാജ്യത്തെ അതിനോട് സദൃശമാക്കുകയാണ്. അതിനിടയ്ക്ക് ഈ സഞ്ചാരം ഇങ്ങനെ തുടർന്ന് വരുന്ന സമയത്ത് ഒരുത്തം വന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, കർത്താവെ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന് അവനോട് പറയുകയാണ്, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവേൻ. പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ല താനും. അപ്പോൾ വിശാലമായ വാതിലിൽ കൂടെ കടക്കാൻ എളുപ്പമാണ്, പക്ഷേ ചെറിയ വാതിലിലൂടെ കടക്കുന്ന പാടാണ്. അപ്പോൾ അതാണ് ഈ രക്ഷിക്കപ്പെടണമെങ്കിൽ ആ ചെറിയ വാതിലിലൂടെ കടക്കുന്നവരായാലേ ഒക്കെ ഉള്ളൂ. എന്നിട്ട് വേറൊരു കാര്യം പറയുന്നുണ്ട്, പലരും കടക്കാൻ നോക്കും, കഴിയുകയില്ല താനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വീട്ടുടവൻ എഴുന്നേറ്റ് കതക് അടച്ച ശേഷം നിങ്ങൾ പുറത്തുനിന്ന് കർത്താവെ തുറന്നു തരണമെന്ന് പറഞ്ഞുകൊണ്ട് കതകിന് മുട്ടിത്തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്നവൻ ഉത്തരം പറയും. അപ്പോൾ ഇതായിരിക്കും അവരുടെ അവസ്ഥ. അന്നേരം നിങ്ങൾ പറയും, നിൻ്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ഞങ്ങളുടെ തെരുക്കളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തത് ഓർമ്മയില്ലേ, അയ്യോ എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. അപ്പം ക്രിസ്തു പറയും, നിങ്ങൾ എവിടെ നിന്ന് നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് പറയും. അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവർ എന്നെ വിട്ടുപോകുകയും എന്ന് പറയും. അവിടെ അബ്രഹാം, ഇസ്ഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിലിരിക്കുന്നതും നിങ്ങളെ പുറത്തു തള്ളിക്കളഞ്ഞതും നിങ്ങൾ കാണുമ്പോൾ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. എന്നിട്ട് ഇത് ഒരവസ്ഥയാണ്. അപ്പം എല്ലാം ശരിയാണ്, ഞാൻ യോഗ്യനാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേർക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അവർ ദൈവരാജ്യത്തിന് പുറത്താകുന്നൊരു സങ്കടകരമായ അവസ്ഥ. അവർ ജീവനുണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഭൂമിയിലായിരുന്ന സമയത്ത് തങ്ങൾ ക്രമീകരിക്കാവുന്ന പല വിഷയങ്ങളെക്കുറിച്ച് ഓർത്ത് ഇന്ന് നഷ്ടപ്പെട്ടു പോയ ദൈവരാജ്യത്തെ ഓർത്ത് കരച്ചിലും പല്ലും കടിയും ഓരോരുത്തർക്കും ഉണ്ടാകും എന്ന് പറയുകയാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട്, വടക്ക് നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഒക്കെ അനേകർ വന്ന് ദൈവരാജ്യത്തിൽ പന്തിയിലിരിക്കും. എന്നാൽ മുമ്പന്മാരായിത്തീരുന്ന പിമ്പന്മാരുണ്ട്. പിന്നീടൊക്കെ വന്ന ആൾക്കാർ മുമ്പന്മാരും, ഞാൻ ആദ്യമേ ഉണ്ട്, ഞാനൊക്കെ മുമ്പന്മാരായിരുന്നവരൊക്കെ ചിലപ്പോൾ പിൻപന്മാരായി തീരാനുള്ള സാധ്യതയും ഉണ്ട്. സാധ്യതയല്ല, അങ്ങനെ തന്നെയാണ്, അങ്ങനെ ആകുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇതിനിടയ്ക്ക് പരീശന്മാർ ചിലർ വന്നിട്ട് യേശുവിനോട് പറയാം, നീ ഇവിടുന്ന് വിട്ടോ, നിന്നെ ഹെരോദാവ് കൊല്ലാൻ നോക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ പോയ കുറുക്കനോട് ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും 3-ാം നാളിൽ സമാപിക്കുകയും ചെയ്യും. എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ സഞ്ചരിക്കേണ്ടതാകുന്നു. യെരുശലേമിന് പുറത്ത് വെച്ചൊരു പ്രവാചകൻ നശിച്ചു പോകുന്നത് സംഭവിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് എൻ്റെ പ്രവർത്തികൾ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നത്, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് ഞാൻ. അത് അവിടെയുള്ള യഹൂദന്മാരോടാണ് പറയുന്നത്. യഹൂദന്മാർ ഇന്നും യേശുക്രിസ്തുവിനെ കർത്താവായിട്ടോ ഒന്നും അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്ന കാലം വരുമെന്നാണ്. അപ്പോൾ യഹൂദർ യേശുക്രിസ്തുവിനെ അംഗീകരിച്ചിട്ടില്ല. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളൊന്നും അവരുടെ പുസ്തകങ്ങളിലും ഇല്ല. ഇത് 14-ാം അധ്യായം. പരീശന്മാരുടെ പ്രമാണികൾ ഒരുത്തം വന്നിട്ട് ശബത്തിൽ ഒരുത്തൻ്റെ വീട്ടിൽ പോയി, പരീക്ഷ പ്രമാണികളുടെ ഒരുത്തൻ്റെ വീട്ടിൽ. അവിടെ
അവനെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ് യേശു ക്രിസ്തുവിനെ. അപ്പോൾ അവിടെ മഹോദരമുള്ളൊരു മനുഷ്യൻ അവൻ്റെ മുമ്പിലുണ്ടായിരുന്നു. അവൻ ശവത്തിൽ സൗഖ്യമാക്കുന്ന വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു. യേശുക്രിസ്തുവാണ് ചോദിക്കുന്നത്. എന്നിട്ട് ആ രോഗമുള്ളവനെ തൊട്ട് അവൻ്റെ ആ മഹോദരം ആ രോഗത്തെ സൗഖ്യമാക്കി. എന്നിട്ട് നിങ്ങളിൽ ഒരുത്തൻ്റെ മകനെയോ കാളയെയോ ശവനാളിൽ കിണറ്റിൽ വീണാൽ ക്ഷണത്തിൽ വലിച്ചെടുക്കുകയില്ലയോ? നേരത്തെ ചോദിച്ചത് അതിനെ അയച്ചുകൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കാനോ ഒക്കെ കൊണ്ടുപോയില്ലെന്നുള്ളതാണ്. ഇപ്പം അത് വേണമെങ്കിൽ ഇന്ന് ഞങ്ങൾ ചെയ്യത്തില്ല വേണേൽ പറയാം. പക്ഷെ ഇവിടെ സ്വന്തം മകനോ കാളയോ കിണറ്റിൽ വീണാൽ എന്ത് ചെയ്യും? അപ്പം ഇവിടെ അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കും എന്നൊരുവനും പറയത്തില്ല. അപ്പം അന്ന് അതിനെ ഇറങ്ങി എടുക്കാൻ പോവും. അപ്പോൾ അവർ ഒന്നും പറയാതെ മൗനമായിട്ടിരുന്നു. അപ്പം കാര്യം മനസ്സിലായി, അത് ഉത്തരം പറയാൻ കഴിയാത്തൊരു കാര്യമാണ്. അത് വേറൊരു കാര്യം, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അതായത് ഇവിടെ ഒരു മുഖ്യാസനത്തിലൊക്കെ ഇരിക്കാൻ വേണ്ടി ആദ്യം ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് കല്യാണത്തിനൊക്കെ വിളിച്ചാൽ മുഖ്യാസനത്തിൽ പോയി ഇരിക്കും ആദ്യമേ. അപ്പോൾ ചിലപ്പോൾ അവനേക്കാളും വലിയ ആൾ വരുമ്പോഴത്തേക്ക് നീ ഒന്ന് മാറിയിരിക്കുക എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാകാം. അതുകൊണ്ട് കഴിയുന്നതും വല്ല അപ്രധാനമായ സ്ഥലത്ത് പോയിരിക്കുക. അപ്പോൾ അയാൾ വന്നിട്ട് കല്യാണത്തിൻ്റെ ആൾ വന്നിട്ട് പക്ഷേ ഇങ്ങോട്ട് വന്നിരിക്കുക എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ മാനം. അതുകൊണ്ട് തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും എന്നൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. പിന്നെ ഈ നിനക്ക് ഉപകാരം ചെയ്യുന്ന ആൾക്കാരെ അല്ല, നിനക്ക് യാതൊരു ഉപകാരവും ഇല്ലാത്ത ആളുകളെ ഒക്കെ നിൻ്റെ അത്താഴമോ വിരുന്നോ ഒക്കെ ചെയ്യുമ്പം ക്ഷണിക്കാനാണ്. നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാർ, അംഗഹീനർ, മുടന്തന്മാർ, കുഴടന്മാർ എന്നിവരെ ക്ഷണിക്കാം. എന്നാൽ നീ ഭാഗ്യവാനാകും, അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകും. അവർക്ക് നിനക്ക് പ്രത്യുപകാരം ചെയ്യാൻ കഴിയില്ല. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രത്യുപകാരമുണ്ടാകും. അതാണ് പറയുന്നത്. പിന്നെ മറ്റേ നമ്മുടെയൊക്കെ സ്റ്റേറ്റസിനനുസരിച്ചുള്ള സ്റ്റേറ്റസിലേക്കാൾ ഉയർന്ന ആൾക്കാരെയൊക്കെ വിളിച്ചു വരുമ്പം അവർക്ക് വേണമെങ്കിൽ വീണ്ടും ഒരു വിരുന്ന് വെച്ചിട്ട് നമ്മളെ തിരികെ വിളിക്കാം. അപ്പോൾ ആ കടം അങ്ങ് തീരും. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒന്നും വീട്ടുവാൻ കഴിയില്ലാത്ത ആൾക്കാർക്ക് ചെയ്യാനാണ് പറയുന്നത്. എന്നിട്ട് അവിടുത്തെ ജനത്തോട് ക്രിസ്തു പറയുന്ന മറ്റൊരു കാര്യം, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടി പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ എല്ലാത്തിനെയും പകയ്ക്കാൻ കഴിയണം. അതൊന്നും സാരമായി എണ്ണാൻ കഴിയാത്തവന് യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുമെന്നാണ്. അത് തൻ്റെ ജീവനെക്കുറിച്ച് പോലും അങ്ങനെ പറയാം. തൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടുത്തേണ്ടി വന്നാൽ നഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള മാനസികാവസ്ഥയുള്ളവനാണ് എനിക്ക് ശിഷ്യനായിരിക്കാൻ കഴിയുന്നവൻ. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ പിന്നാലെ വരാത്തതിന്. അപ്പം ഓരോരുത്തർക്കും വിശ്വാസീയ ജീവിതത്തിൽ നിൽക്കുന്നതിന് അവരവരുടേതായ ക്രൂശുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, തടസ്സങ്ങളുണ്ട്, നിന്ദകളുണ്ട്, പരിഹാസങ്ങളുണ്ട്. ഒക്കെയും ക്രൂശുകളാണ്. അത് സഹിക്കാൻ കഴിയണം. യേശുക്രിസ്തു തൻ്റെ ക്രൂശെടുത്ത് ക്രൂശിക്കപ്പെടുവാൻ വേണ്ടി പോയതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കും ജീവിതത്തിൽ ക്രൂശുകളുണ്ട്. അത് പക്ഷേ എനിക്കത് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തുവിൻ്റെ അനുയായി ആയിരിക്കാൻ കഴിയില്ല, യോഗ്യനല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആയിരിക്കണമെന്നാണ് പറയുന്നത്. എന്നിട്ട് താഴോട്ട് പിന്നെയും പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ അത് തീർപ്പാനുള്ള വക ഉണ്ടോ, പണമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യണമെങ്കിൽ, അതായത് ഈ ദൈവരാജ്യത്തിൻ്റെ പ്രവേശനത്തിലേക്ക് അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മളും ഈ ഒരു വീട് പണിയാൻ ഒരുത്തൻ ചെയ്യുമ്പോൾ അത് നമുക്ക് തീർക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഓർക്കുന്ന പോലെ ചെയ്യണം. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുന്നില്ല. ഉപ്പ് നല്ലതാണ്, പക്ഷെ ഉപ്പിന് അതിന് ആ ഒരു കാരസ്വഭാവം ഇല്ലെങ്കിൽ, ഉപ്പിൻ്റെ സ്വഭാവം ഇല്ലെങ്കിൽ അതെന്തുകൊണ്ട് വെറും മണൽ പോലെയോ ഒരു രുചിയോ ഒന്നുമില്ലാത്ത വെറും ഒരു വേസ്റ്റാണ്. അപ്പം അതിനെ പിന്നെ അതുകൊണ്ട് ആ ഉപ്പിന് എന്തുകൊണ്ട് പിന്നെ രസം വരുത്താൻ കഴിയും? ഇപ്പം നമ്മൾ ഉപ്പിന്
ഇതിനൊരു പർപ്പസ് ഉണ്ട്. അത് കറികൾക്ക് രുചി വരുത്തുന്നതും അല്ലെങ്കിൽ ഉപ്പിട്ട് നാളുകളോളം സൂക്ഷിച്ചു വയ്ക്കുന്നതും പ്രിസർവേറ്റീവാണ്. അപ്പം അതിന് ആ ഒരു രസമില്ലെങ്കിൽ, ഉപ്പിൻ്റെ രസമില്ലെങ്കിൽ ഈ ഒരു പർപ്പസ് നടക്കത്തില്ല, അതിന് രുചിയും കിട്ടത്തില്ല, അതിനെ പ്രിസർവേറ്റീവ് എന്ന അവസ്ഥയിൽ ഉപയോഗിക്കാൻ കഴിയത്തില്ല. അത് കളയേ ഉള്ളൂ, പുറത്ത് കളയേ ഉള്ളൂ. അത് ആളുകൾ ചവിട്ടാനും ഒക്കെ ഉപയോഗിക്കുകയുള്ളൂ, ആളുകൾ ചവിട്ടിക്കളയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അത് നിലത്തിനും കൊള്ളത്തില്ല, വളത്തിനും കൊള്ളത്തില്ല. അപ്പം അതുകൊണ്ട് ഉപ്പ് രസമില്ലാതെ പോയാൽ എങ്ങനെയായിരിക്കുന്ന പോലെ രസമില്ലാത്തവരാകരുത്, ക്വാളിറ്റി ഇല്ലാത്തവരാകരുത്, ദൈവരാജ്യത്തിന് യോഗ്യതയുള്ള ക്വാളിറ്റി ഉള്ളവരായി നമ്മൾ മാറണമെന്നുള്ളതാണ്. ഇത് യഹൂദന്മാരോട് പറയേണ്ടി വരിക എന്ന് പറയുന്നത് യഹൂദന്മാരോട് ഒരു ഉപദേശം എന്ന നിലയിലല്ല. അവിടെ ഈ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ ഈ ഇതിനെതിരായി അയോഗ്യമായി നടക്കുന്ന, എന്നാൽ അനാവശ്യമായ ചുമടുകൾ അല്ലെങ്കിൽ കൽപ്പനകളെയൊക്കെയും ചെയ്യാൻ ജനത്തെ നിർബന്ധിക്കുകയൊക്കെ ചെയ്യുന്ന അവരോടാണ് ഇത് പറയുന്നത്. ആ തരത്തിൽ ഉപ്പിന് രസമില്ലാതെ പോകുന്നത് പോലെ, ആ കാരമില്ലാതെ പോകുന്നത് പോലെ ക്വാളിറ്റി ഇല്ലാതായി പോകരുത്, ക്വാളിറ്റി ഉണ്ടാകണം. അതിലൂടെ ആണ് ദൈവരാജ്യത്തിന് ഇവിടെ പറയുന്ന പോലെ നിലത്തിനും വെള്ളത്തിനും കൊള്ളരുതാത്തവനായി തീരാതെ മറ്റുള്ളവർക്ക് കൊള്ളാവുന്നവനായി, മറ്റുള്ളവർക്ക് സമൂഹത്തിലുള്ള ജനങ്ങൾക്ക് ഉപയോഗമുള്ളവനായി മാറിക്കൊണ്ട് ഇരിക്കേണ്ടതാണ്. ദൈവത്തിനും മനുഷ്യനും ഉപയോഗമുള്ളവരാകണം. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം അവസാനിക്കുന്നത്. കേട്ടിരുന്ന താങ്കൾക്ക് നന്ദി. നാളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദൈവം തൻ്റെ കരങ്ങളിൽ താങ്കളെ കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി.